UDF ഭരിക്കുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ വികസന മുരടിപ്പാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ 10 വർഷത്തെ UDF ഭരണത്തിൽ എടുത്തു പറയാവുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല. തകർന്ന മുനിസിപ്പൽ റോഡുകളും അടഞ്ഞുകിടക്കുന്ന പൊതുശ്മശാനവും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് പ്രചരണ രംഗത്ത് UDFന് തിരിച്ചടിയാകുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF ഭരണത്തിലുള്ള 3 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ശ്രീകണ്ഠപുരം. കഴിഞ്ഞ 10 വർഷമായി UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ വികസനം കടലാസിൽ മാത്രം. മുനിസിപ്പാലിറ്റി റോഡുകളെല്ലാം തകർന്ന നിലയിൽ. വരൾച്ച ഭീഷണിയുള്ള പ്രദേശങ്ങളുള്ള നഗരസഭയിൽ കുടിവെള്ള പദ്ധതിയില്ല. നഗരസഭാ പരിധിയിൽ പ്രധാന വ്യവസായ സംരംഭങ്ങൾ പേരിനു പോലുമില്ല. ചേപ്പറമ്പിലെ നഗരസഭാ പൊതുശ്മശാനം വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. വികസന പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രചരണ രംഗത്ത് LDF UDFനെ പ്രതിരോധത്തിലാക്കുന്നത്. നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് എല്ലാം സഞ്ചരിച്ചോ, എവിടെയും ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഈ 10 വർഷക്കാലത്തോടെ പണി കഴിപ്പിച്ചു. ഇപ്പോൾ മുനിസിപ്പൽ റോഡുകൾ നിങ്ങൾ നോക്കിക്കോ, മുനിസിപ്പൽ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. ഇവിടെ കത്താത്ത തിരവുവിളക്കുകളാണ് ഈ ചേപ്പറമ്പിലെ പൊതുശ്മശാനം. ആ പൊതുശ്മശാനം ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെ അവിടെ ശവം സംസ്കരിച്ചിരുന്നു. ഇപ്പോൾ അത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുക. ഓരോ വർഷവും ഇവർ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കാതെ അത് നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് UDF ഭരണസമിതികൾ തുടർന്നു വന്നത്. 5 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി മാത്രമാണ് ശ്രീകണ്ഠപുരത്ത് ഒറ്റനോട്ടത്തിൽ കാണാവുന്ന വികസനം. പ്രചരണ രംഗത്ത് UDFന് തിരിച്ചടിയാവുകയാണ് സജീവ ചർച്ചയായ വികസന മുരടിപ്പ്. കൈരളി ന്യൂസ്, കണ്ണൂർ.